അതെ ശരിക്കും ഒരു 1 വേ എന്നൊക്കെ പറയാം. പക്ഷെ ലാസ്റ്റ് 2 വേ ആയിരുന്നു അല്ലേ? അതിന്റെ മനസ്സുകൾ ഇങ്ങനെ ആക്കണം. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് കഴിയുമ്പോൾ കുറച്ചെടുത്ത് 3 വേ എനിക്ക് സങ്കടം തോന്നി. പൊരി കൊടുത്തു. നമ്മള് പെണ്ണുങ്ങളെ പെട്ടെന്ന് അലിയോലോല ഹൃദയങ്ങളല്ലേ നമ്മള്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ ലവ് സ്റ്റോറി പറയാനായിട്ട് എത്തിയതാണ്. കുറേ ആൾക്കാർ അമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മാരേജ് ലവ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? അപ്പൊ കുറെ പേരെ ചോദ്യം കുറെ ആയി ചോദിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ അതിനൊരു റിപ്ലൈ തന്നിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മള് പറയാൻ വേണ്ടി പോവാണ് എന്താ സംഭവം എന്നുള്ളതൊക്കെ അല്ലേ. നമ്മളെ ഫുൾ ജേർണി നമ്മൾ എങ്ങനെ കല്യാണത്തിൽ എത്തി, അതെ ഞങ്ങളെങ്ങനെ കല്യാണം കഴിച്ചു. അപ്പൊ എന്തായാലും എന്താ ബാബു പറയാനുള്ളത് പറഞ്ഞാണി. പറയാന്ന് പറഞ്ഞാല് ഞങ്ങളത് സത്യം പറഞ്ഞാല് ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണ്. അതെ അതെ ശരിക്കും ഒരു 1 വേ എന്നൊക്കെ പറയാം. പക്ഷെ ലാസ്റ്റ് 2 വേ ആയിരുന്നു അല്ലേ? അല്ലേ ലാസ്റ്റ് ഒക്കെ ഏകദേശം ഒക്കെ ആയിക്കണു. പിന്നെ അങ്ങനെ അല്ല ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കൂലല്ലോ ലാസ്റ്റ് എത്താനെന്ന് പറയാനായിട്ട്. റിസ്ക് എടുത്താലും ലാസ്റ്റ് ഫലം കണ്ടു. അപ്പൊ ഏതായാലും എങ്ങനെ സംഗതി വന്നു അത് നമുക്ക് വരാം അല്ലെ. അങ്ങനെ വലിച്ചിട്ടുണ്ട് ആർക്ക് 1 വേ എങ്ങനെ വന്നൊക്കെ ബാബുവിനെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഞാൻ കൂടെ അത് ഞങ്ങള് ഒരു തമ്മിൽ അറിയുന്ന ഒരു ഫാമിലി കേട്ടോ. ഒരു എന്താ പറയാ ഒരു ഫാമിലി നമ്മളെ ഫാമിലിനെ അറിയാം. അങ്ങനെ ദിലുവിനെ ഞാൻ അറിയാം, ഓരോ പേരക്കാർക്ക് നമ്മളറിയാം. അപ്പൊ അങ്ങനെ കാണും. അങ്ങനെ ഞാന് ആദ്യമൊക്കെ നല്ലൊരു ഒരു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെ, അങ്ങനെ ബ്രദേഴ്സ് അല്ല ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ ലവ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടാളുടെ ഇടയിൽ. അങ്ങനെ ഞാന് ദിലുവിന്റെ കല്യാണമൊക്കെ നോക്കുന്ന ടൈം ആയപ്പോ ദിലുവിന്റെ കല്യാണോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം കറക്റ്റുള്ള കഥ. എന്റെ ബാബു ആലോചിച്ച് ചിന്തിച്ചെടുക്കാണ്. സത്യം പറയണെങ്കിൽ എവിടുന്ന് തുടങ്ങണം ഞാൻ, എനിക്ക് എവിടുന്ന് കിട്ടില്ലല്ലോ, അതാണ് ചിന്ത. എന്റെ കല്യാണം കഴിക്കല ഞാനപ്പോ 10ാം ക്ലാസ് പഠിക്കാം. 10ാം ക്ലാസ് അല്ല +1 പഠിക്കാം. മലപ്പുറത്ത് ക്രസന്റിലാണ്, കുന്നുമൽ ക്രസന്റിലാണ് ഞാൻ അതിന്റെ +1ഉം +2ഉം ഫുള്ളാക്കിയത്. അപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ബാബു നമ്മൾക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ഫ്രണ്ട് ആ ഒരു ബന്ധം കാണലും കാര്യങ്ങളൊക്കെ ഫാമിലിക്ക് വരലൊക്കെ അങ്ങനെ ആയത്. അപ്പൊക്കെ എനിക്ക് നല്ലൊരു കട്ട ബ്രദർ എന്നുള്ള ആ ഒരു ആൾക്ക് ലൈനൊക്കെ സെറ്റാക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലൊക്കെ ഞാൻ നടന്നിരുന്നു. സെറ്റാക്കണം എന്നുള്ള മൈൻഡിലൊക്കെ ആൾക്ക് ലൈനുള്ള മാതിരൊക്കെ എന്നോട് സംസാരിച്ചും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ബ്രദർ അല്ല കാക്കി എല്ലാവർക്കും അറിയില്ല അവസ്ഥ. അങ്ങനെ ഞാന് എങ്ങനെ കാക്കിയും അനിയത്തിയും പോലെ ഞങ്ങൾ എത്രയോ കാലം നടന്നു. അങ്ങനെ ഇതിന്റെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്, ഓരോരുത്തർ കാണാൻ വരും അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ എന്നോട് പറഞ്ഞു ചുറ്റും ഇന്ന സ്ഥലത്ത് കാണാൻ വന്നു അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഞാൻ എനിക്ക് ഓളെ ഭയങ്കര ഒരു എന്താ പറയാ പറയാൻ കേട്ടിട്ടില്ലേ ബാബോ, ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എന്റെ ഒരു സിസ്റ്റർമാര് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടോ ഓരോ ഫാമിലിയൊക്കെ ചോദിച്ചപ്പോ ഈ ഓളന്മാരോട് പാപ്പാണ്ടൊക്കെ ചോദിച്ച് അങ്ങനെ. പിന്നെ ബിന്ദിണ്ടല്ലോ ഓൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫുൾ സപ്പോർട്ട്, ഒക്കെ എല്ലാവർക്കും ഓക്കെയാണ്. ഇവളോട് ചോദിക്കുമ്പോ ഇവള് സമ്മതിക്കൂല. അതായത് ഇവള് പറയും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എന്നെ ഒരു ബ്രദർ ആയിട്ടേ കാണുള്ളൂ. അതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ബ്രദേഴ്സ് അങ്ങനെ ഒരു ഇതിലാണ് കണ്ടുകണ്ടത്. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഏട്ടനോ അല്ലെങ്കിൽ എന്റെ മൂത്തത് എന്ന് പറയാനായിട്ടോ അങ്ങനെ ആയിട്ടോ ഒരു റിലേഷനും എനിക്കില്ല സ്വന്തം എന്ന് പറയാനായിട്ട്. കസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു ബോണ്ട് ഉണ്ടാവില്ല. ഏട്ടന് അനിയത്തി എന്നുള്ള ആ ഒരു ബോണ്ട് അത് ഞങ്ങൾ രണ്ടാളെയും നല്ല പോലെ ഉണ്ടായിരുന്നു അല്ലേ ബാബു. ഞാൻ അങ്ങനെ പുറത്തൊരാളോട് അധികം അങ്ങനെ സംസാരിക്കാത്ത അധികം ടൈപ്പാണ്. പക്ഷെ ബാബു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദർ എന്ന് പറഞ്ഞാൽ അത്രയും ബ്രദറായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫുള്ള് ഫ്രീഡം ഉണ്ടായിരുന്നു ആളെ കയ്യിൽ. അങ്ങനെ ഒരാള് പെട്ടെന്ന് കല്യാണം കഴിക്കാന്ന് പറയുമ്പോ എനിക്ക് പറ്റൂലല്ലോ, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല അല്ലേ. അതില് പിന്നെ ഉമ്മാനോടും ഉപ്പാനോടും ചോദിച്ച് പിന്നെ ഞാൻ ഏകദേശം ഒരു 2 കൊല്ലം പോലെ ചോദിച്ചു പറഞ്ഞാൽ പിന്നെ ഞാൻ ഓളെ കല്യാണം അങ്ങനെ ഓരോരുത്തർ കാണാൻ പറ്റുമ്പോൾ നമുക്ക് വിഷയമല്ല. സപ്പോസ് കാരണം പറഞ്ഞ ജീവിതമല്ലേ ഒക്കെ ഉണ്ടാവും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകും. എന്നാലും എന്റെ മനസ്സിനുള്ളിൽ ഭയങ്കര വിങ്ങലായിരുന്നു. വിങ്ങലൊന്നല്ലേന്നു സത്യം പറയണെങ്കിൽ. മൂപ്പരാക്കുള്ളിൽ നന്നായിട്ട് എന്നെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു. അതല്ലേ സത്യം, സത്യതാണ്. വിങ്ങലെന്നൊന്നും പറയാൻ പറ്റില്ല, അത് നന്നായിട്ട് പുറത്ത് കാണും ചെയ്യാം. ഞാൻ ബിന്ദിനല്ലോ സോപ്പ് കിട്ടോ, കാരണം ബിന്ദി ഇങ്ങനെ എപ്പോഴും ബിന്ദിയാണ് നമ്മളെ അനിയത്തിയല്ലേ, ഓളങ്ങനെ മൂട്ടും. അപ്പൊ ഓളിങ്ങനെ ഇവളോട് പറയും കല്യാണം കഴിച്ചാളാ നമുക്കൊരു കാക്കാനെ കിട്ടൂലേ, എനിക്ക് മാപ്പില്ല ഞങ്ങൾക്കൊരു കാക്കിയായി നമുക്ക് എല്ലായിടത്തും പോയിക്കോട്ടൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കും. അങ്ങനെ പക്ഷെ ഇവള് പറയും എനിക്ക് ഓണസ്റ്റാണ്, പക്ഷെ എന്റെ ബ്രദറായിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പൊ എനിക്ക് ഇവള് വേണ്ടല്ലോ പറ്റൂലെന്ന് പറഞ്ഞാല് പോട്ടെ വെച്ച് പറ്റൂല ഒരിക്കലും അങ്ങനെ
അങ്ങനെയും പറയില്ല. ഇന്നറ്റോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കാക്കാൻ എനിക്ക് വേദനിപ്പിക്കാനും വയ്ക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു സ്കോപ്പ് കൊടുക്കണില്ല കേട്ടോ. അപ്പോഴും ഇല്ലല്ലോ എന്റെ കല്യാണം കഴിക്കാൻ ആ ഒരു സ്കോപ്പ് അതിനോട് ഇറക്കൊന്ന് ചോദിക്കും എന്റെ മനസ്സെന്താ കല്ലതിലൂ. എന്നോട് ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞതിന്റെ ശേഖ അപ്പൊ എന്താണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എന്റെ മനസ്സ് കല്ലാണ് സൈക്കോണെന്ന് വിചാരിച്ചു. പല ഐഡിയ കേട്ടോക്കിലും. കാരണം പറഞ്ഞാല് പ്രേമികൾക്ക് അറിയാം അതിന്റെ അവസ്ഥ. ഓരോരോ നുറുക്കുകൾ നമ്മൾ പറഞ്ഞിട്ടും അത് പറഞ്ഞ കൊറേ എന്ന് പറഞ്ഞ സത്യം പറയുകയാണെങ്കിൽ കൊറേ ഇപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിച്ചു കൊറേ ബിന്ദിനോ എങ്ങനെയൊക്കെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇമ്മൊക്കെ പറയും ഞാൻ ചോദിക്കാന്നൊക്കെ പറയും. ഇവരോട് ചോദിക്കും. എന്നിട്ട് ഞാൻ ഇവലെ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ ഇവര് ഞങ്ങൾ ചോദിക്കില്ല അറിയാം കേട്ടോ. എന്നിട്ട് ഇവര് ഫോണൊക്കെ ഓഫ് ആക്കാതല്ലേ അന്ന് വർത്താനം പറയും. എങ്ങനെ ഞാൻ ഫോണൊക്കെ വിളിച്ചുമ്പോ ഇല്ലേ ഞാൻ പറയും നിങ്ങൾ എന്നോട് ആരും ചോദിക്കലില്ല, ചോദിച്ചാല് നിങ്ങൾ നുണ പറയാനൊക്കെ പറയും. ഇങ്ങോട്ട് കൂടെ തട്ടും. ഞാൻ ഫോണ് കട്ടാക്കാതെ ഞാൻ ഇവിടെ ഫില്ലുണ്ടാവും. ഇങ്ങോട്ട് എന്നോട് ചോദിക്കും. എനിക്കതറിയില്ല അവർക്ക് പറയില്ലേ എത്ര അറിയാരോ എന്റെ ബ്രദറാണ് ബ്രദർ കല്യാണം കഴിക്കൽ എങ്ങനെയായി ഞാൻ ചെറിയ ഈറ കടിച്ചു ബ്രദർ. അതിലെ മറ്റേത് ആലോചിച്ചു എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരെ പോലെയാണ്. പൊന്നു ഒന്നും ആലോചിച്ചൂടാ. കൊറേ എന്റെ പിന്നാലെ അങ്ങനെ കൊറേ കാലം ഇതായി. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടം. എനിക്ക് ബാബുനോട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ഞാൻ ആൾക്ക് ഇതായത് എങ്ങനെ കഥ കേൾക്കണോ. ഒരു ദിവസം നല്ലൊരു ഏകദേശം ഒരു 9-10 ഉണ്ടോ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഏകദേശം ശരിക്കും 12 ആകാതെ പരിക്കാറില്ല. ചെങ്ങന്മാരൊക്കെ ഇവിടെ അങ്ങാടി ഉത്തരണ്ട ഒരു 11 വന്നാൽ അന്ന് അങ്ങനെ ചില ദിവസമൊക്കെ നേരത്തെ കയറും. പിന്നെ പൊതുവെ കൊറോണ ശേഷം എല്ലാവരും നേരത്തെ കയറി തുടങ്ങിയത്. എല്ലാവർക്കും അറിയാം. അപ്പൊ ചെക്കന്മാർക്ക് കൊറോണ കഴിഞ്ഞ ശേഷം എല്ലാവരും പൊതുവെ നേരത്തെ കയറി ശീലമായത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഏകദേശം 10 ആയിക്കണു. ഞാൻ വന്ന് കടന്നുകാണ്ട് ഇങ്ങനെ ഉറങ്ങി തോന്നുന്നുണ്ട്. ഒരു ഇതിലാണ് അന്ന് എന്തോ ഒരു ഇതാ അതില് വിളിക്കുന്നുണ്ട്. വീട്ടില് കാര്യം അന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടാ. വിളിച്ചപ്പോള് വിളിച്ചു അതിൽ നിനക്ക് ദിലുവിന്റെ കല്യാണം കഴിച്ച ജോക്കല്ലേ ദിലു കല്യാണം കഴിച്ചാൽ സമ്മതിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇച്ചിരി ഒരു റെസ്പോൺസും ഇല്ല സത്യം. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ആകെ അന്താളിപ്പിലും ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോ നാളെ മാറ്റി പറയും. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇമ്മാണെന്ന് പറഞ്ഞിട്ടാ അതിന് ദിലുവിനോട് കൊടുക്കാൻ പറഞ്ഞ ഫോണ് എനിക്ക് പോകുന്നുണ്ട്. അതിലിജ് പറഞ്ഞു ദിലു എനിക്ക് സത്യം പറയണ്ട വെച്ചു. അതിലിജ് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ചെറിയ പേരുണ്ട് സന്തോഷമുണ്ട്. പക്ഷെ എനിക്കൊരു എന്താ പറയാ ഒരു വിശ്വാസം ഇല്ല. ഞാൻ ഉറക്കത്തെ കണ്ടോ എന്നെ സത്യം പറയാൻ ഞാൻ ഇന്നെ തന്നെ നുല്ലോക്കിയത്. അത് എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം പെട്ടെന്ന് തോന്നിയെന്ന് ഒന്നല്ല. എനിക്ക് അപ്പോഴും ബ്രദർ പോലെ തന്നെയായിരുന്നു. പക്ഷെ ഫസ്റ്റ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് തോന്നിയത് എപ്പോഴാണ് ഒരു ഫീല് തോന്നിയത് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു എവിടേക്കോ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു യാത്രങ്ങൾക്കോ അങ്ങനെ എവിടേക്കോ പോയതെന്ന് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. അതിൽ എന്തോ ഒരു ഇതിൽ എനിക്ക് എന്തോ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പറയാൻ സത്യം പറയാൻ വയ്യ. ഉൾവിളി ഒന്നല്ല, ഏതോ ഒരു മമ്പറത്തുനിന്നാണ് എവിടുന്നാണ് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു എവിടേക്കോ ഞാൻ വീഴാൻ പോയപ്പോഴോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായി. അതിൽ മൂപ്പരാള് എന്നെ സാധാ ഒരു ഞാൻ അങ്ങനെ ഒരു ഇത് എനിക്ക് കറക്റ്റ് പറയാൻ വയ്യ. അങ്ങനെ സംഭവിച്ചു പറയട്ടെ. എന്നിട്ട് ഇതിൽ വിളിച്ചു രാത്രി 10 മണിക്ക് ഞാൻ കടന്നു. ഞാൻ ആളുടെ മറിയില്ല കേട്ടോ. നേരെ വെളുത്തപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കി. എല്ലാം ഇന്നലെ വിളിച്ചു സത്യമാണ് ഞാൻ ഇമ്മാട് പറയട്ടെ പറഞ്ഞു. അന്ന് പറഞ്ഞോളൂ ഞാൻ എന്താ ഇമ്മാട് ഞാൻ പറഞ്ഞു. പിറ്റേന്നോളെ കാണാൻ പോയി. വല്ലാതെ ടൈം കൊടുത്തില്ല. ആലേക്കാൾ ടൈം കൊടുത്തു. പിറ്റേന്ന് കാണാൻ പോയി. അതില് പിന്നെ ഇതൊക്കെ ഓക്കെയാണ്. അതിന്റെ മുന്നേ ഞാൻ കളിപ്പിച്ചതല്ല ഞാൻ ഇപ്പം ബാബു ഇതേമാതിരി കുറെ പിന്നെ നല്ല ടൈം ഉണ്ടായ ടൈമില് ഇതേമാതിരി ബിന്ദി പറഞ്ഞു. ഞാനും ബിന്ദിക്ക് ഒറ്റക്കുള്ള ടൈം അതിൽ ബിന്ദി പറഞ്ഞ് ഇജ് ഗാലക്സി വാങ്ങിക്കൊടുക്കും ഓക്ക്. അപ്പൊ ഓള് സമ്മതിക്കുന്നു. ഗാലക്സി ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് കുറച്ചൊക്കെ ഇഷ്ടമുണ്ട്. നല്ല വലിയ ഗാലക്സി കൊണ്ടുപോയി കൊടുത്താല് സമ്മതിക്കുന്നു. ഞാൻ ബിന്ദി അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ ഗിഫ്റ്റ് മാറി ഗാലക്സി ഞാൻ വലിയ ഗാലക്സി കൊടുത്തു. ബാബു എനിക്ക് അങ്ങനെ കാണാൻ പറയണേ എനിക്ക് എന്നെ കാണാൻ പറ്റൂല. എനിക്കിങ്ങനെ കാട്ടി അറിയോ ഇങ്ങോട്ട് കാരണം എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ കണ്ണും മുറക്കെ പാടി സങ്കടമായി ഇങ്ങോട്ട് കാണേന്ന്. ഞാൻ കണ്ണുന്നൊക്കെ വെള്ളം ഞാൻ കൊറേ കണ്ണുന്നൊക്കെ വെള്ളം നോച്ചായി നിങ്ങളെ പറ്റിച്ചത്. കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. മൂപ്പരാള് ഭയങ്കര സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇങ്ങനൊന്നും അല്ലേന്ന് മുതല് ഞാൻ അന്നേരം സത്യം പറഞ്ഞ കരഞ്ഞിട്ടോ. കരഞ്ഞു പറഞ്ഞാല് ഞാൻ പരിപാടിയില് ഭയങ്കര സങ്കടമായി ബെറു കരച്ചില്ല. ഇവല്
അല്ലേ ഞങ്ങൾ ഗാലക്സി കണ്ട് എന്നാലും എന്റെ മനസ്സുകൾ ഇങ്ങനെ ആക്കണം. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് കഴിയുമ്പോൾ കുറച്ചെടുത്ത് മൂന്ന് കഴിയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. പൊരി കൊടുത്തു. നമ്മള് പെണ്ണുങ്ങളെ പെട്ടെന്ന് അലിയോലോ ലോല ഹൃദയങ്ങളല്ലേ നമ്മള്, അതുകൊണ്ട് കാരണം ഞാൻ അങ്ങനെ ബിന്ദിന്റെ ഫോഴ്സ് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ചെയ്ത് പിന്നെ ഓന്റെ മനസ്സൊന്ന് വേദനിപ്പിച്ചല്ലോ എന്നുള്ള ആ ഒരു സങ്കടമൊക്കെ പാടി എങ്ങാണ്ട് എന്തായാലും അങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ പെട്ടെന്ന് എന്താ മുട്ടയെടുക്കല് നമ്മതില് മുട്ടയെടുക്കലാണല്ലോ നിശ്ചയത്തിന്റെ പേര് എന്താ നിശ്ചയമില്ല എൻഗേജ്മെന്റ് പേര് ഫസ്റ്റ് മുട്ടയെടുക്കല പെട്ടെന്ന് തന്നെ ആ ടെക്ക് 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 മുട്ടയെടുക്കും. അത് വേറൊരു സംഭവം കൂടി അതിന്റെ ഇടയിൽ ഉണ്ടായി. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബാബു കുറെ ഈ ബാബു ഇപ്പൊ ഇന്നത്തെ മൈരല്ലേന്നില്ല അന്ന് ബാബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുട്ടടുക്കൽ കഴിക്കണതിന് മുന്നേ ബാബുന് ഇത്ര തടിയില്ലെങ്കിലും എന്നാലും ഒരു ചെറുമാരി ഒരു തടി ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുട്ടടുക്കലിനാണ് അത് കല്യാണത്തിനെക്കാട്ടിയും തടി കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പറയണേ എനിക്കൊരു പ്രൗഡ് എന്താ ഞാൻ എപ്പോഴും പറയും ഇന്നെ കെട്ടാൻ വേണ്ടി തടി കുറച്ചാൽ മനസ്സിലുണ്ട്. അന്ന് ഞാനേ ഏകദേശം 35 കിലോ ഞാൻ കുറച്ചിരുന്നു ഒരു 1 month കൊണ്ട്. ഇങ്ങനെയായിരുന്നു ഡയറ്റ് എടുത്ത് കണ്ടു നമ്മളെ കല്യാണത്ത് പിക്ക് ഞാൻ കണ്ടാ കാട്ടിത്തരാം. ഞാൻ സൈഡിൽ വെക്കാം. കുറെ പേര് കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മൂപ്പരാള് കല്യാണത്തിന്റെ അന്ന് പിന്നെ കുറച്ചും കൂടി ഒന്ന് തടി കൂടിയുന്നുണ്ടല്ലോ ബാബു. മുട്ടടുക്കലിന് ഇങ്ങനെയായിരുന്നു നല്ല കുറച്ചു എന്നാലും ചെറുതായിട്ട്. പിന്നെ നമ്മള് ഇതൊക്കെ സൽക്കാരും കാര്യങ്ങളും മാത്രല്ല ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്ന്. അപ്പൊ ലാസ്റ്റ് അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാല് കല്യാണം. അതിന്റെ ഇടയിൽ എന്റെ 18ാമത്തെ വയസ്സിലാണ് ആദ്യം എനിക്ക് 17ാമത്തെ വയസ്സില്ല ഫസ്റ്റ് എന്റെ മുട്ടയെടുക്കൽ കഴിഞ്ഞ 17ാമത്തെ വയസ്സിലാ. അങ്ങനെ 17ാമത്തെ ബർത്ത്ഡേ ഫസ്റ്റ് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് കേക്ക് മുറിക്കണത് ബാബു കൊണ്ടുവന്നിട്ട്. അത് വേറെ കേക്ക് കടത്തി ഞാന് ഫസ്റ്റ് ആയിട്ട് മറ്റേ അന്ന് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് നല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് കണ്ട കേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. സെറ്റ് നല്ല അടിപൊളി വലിയ കേക്കാട്ടോ കൊടുത്ത് കണ്ട് അവിടെ പോലെ കേക്ക് ഉണ്ട് നമുക്ക്. ഞാനോട് അന്ന് ജിമ്മിനൊക്കെ പോകുന്നുണ്ട് അല്ലെ, ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം വന്നിട്ട് മുറിക്കാറുണ്ട്. അല്ല എനിക്ക് സർപ്രൈസ് ചെയ്യുന്നു സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഫ്രിഡ്ജിലുണ്ട് വെച്ച് നമ്മള് അന്ന് അച്ചു ചെറുതാണ് ഓൻ വയ്ക്കാണ്ട് ഓന് ചെറിയ കുട്ടിയല്ലേ ഓൻ ഇത് വയ്ക്കാണ്ട് അത് നേരെ വെക്കാൻ കച്ചിട്ട് പോകണം. ഇത് കേക്ക് കണ്ടപ്പോഴേ അത് നേരെ നട്ടി നിലത്ത് കൊഴിഞ്ഞാടി. എനിക്ക് സങ്കടം വരും പക്ഷെ സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് എന്റെ ഫസ്റ്റത്തെ കേക്ക് മുറിയാ ലൈഫിൽ എന്റെ 17 അല്ല കേക്ക് മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്നതിന്റെ അടിയിൽ അച്ചു എത്തിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതോ ഉമ്മാന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതോ അങ്ങനെയൊക്കെയാണ് സംഗതി. അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം 5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ലവ് കം അറേഞ്ച്. ലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലവും അറേഞ്ച് കൂടി മിക്സ് ആയിങ്ങാണ്ടുള്ളൊരു കല്യാണം ഞങ്ങളത്. അപ്പൊ അതാണ് നമ്മളെ ലവിന്റെ സംഭവം. ഞങ്ങള് അങ്ങനെ പ്രേമിച്ചു അങ്ങനെ പ്രേമിക്കണം. ബാബുവിന്റെ മൈൻഡിൽ നിന്ന് നോക്കണേ ആളൊരു പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയണ ഒരാളെ കല്യാണം കഴിച്ചു. ഇനി എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പറയണാണ് ഞാൻ വീഡിയോയില് ബാബുവിനെ പേര് വിളിക്കുന്നുണ്ട്, ഇജിന്ന് വിളിക്കുന്നുണ്ട്, അനക്കെന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുമോ മാപ്പിളല്ലേ അപ്പൊ നല്ലപോലെ റെസ്പെക്ട് കൊടുത്തൂടെ, അങ്ങനെയൊക്കെ കുറെ കമന്റുകൾ വരുന്നുണ്ട്. അതിനുള്ള ഉത്തരം ബാബു പറഞ്ഞു. ഞാനൊരു കാര്യം എന്റെ അഭിപ്രായമായിട്ട് എനിക്കറിയില്ല. ബാബു വിളിക്കലുണ്ട്, സുനീർ ഒന്നും വിളിക്കലില്ലല്ലോ. സുനീർന്നൊന്നും ഞാൻ വിളിക്കാറില്ല. എന്റെ പേര് സുനീർ ബാബു എന്നാണ്. എന്റെ ബാബു എന്ന് പറയുന്ന എന്റെ നിക് നെയിമാണ്. എല്ലാവരും എന്നെ നാട്ടിലായാലും എന്റെ ഫാമിലി ആയാലും എല്ലാവരും വിളിക്കണം എന്റെ പേര് ബാബു എന്നാണ്. നിങ്ങൾക്കൊക്കെ അറിയാം വീട്ടിലൊക്കെ അങ്ങനെയാണ് ഓള് വിളിക്കല്. പിന്നെ ഇജി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടായിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. എനിക്കതുകൊണ്ടൊരു പരാതിയില്ല. ഇപ്പൊ നമ്മളെ നാട്ടിലാണ് ഈ കാക്ക ഇക്ക ഇച്ച ഓരോ നാട്ടില് അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരു അതല്ല. കാരണം അതിന്റെ ആവശ്യം എന്തിനാ ഇങ്ങള് ഇജ് ചില ആൾക്കാർ പേരിക്കില്ല ഇങ്ങോട്ട് നോക്കണി നോക്കാ അങ്ങനെ എന്തിനാ അതിന്റെ ആവശ്യം? അല്ലാതെ പേര് പക്ക വിളിക്കരുത്. ഗൾഫിലൊക്കെ ഫുള്ള് പേരാ വിളിച്ചത്. ഞാൻ നിന്ന ദുബായിൽ അന്നൊക്കെ ഇന്ത്യ അറബിയൊക്കെ അവിടെ ഒക്കെ ഫുള്ള് പേരാ. അതിനൊന്നും ഞാൻ അതൊന്നും വേണ്ട. പക്ഷെ ഞങ്ങൾ നല്ലൊരു കട്ട അങ്ങനെ ഒരു ഞങ്ങള് എനിക്ക് ബാബു ഇക്കാന്നൊക്കെ വിളിക്കുമ്പോ ചില ആൾക്കാരെ മുന്നിൽ നിന്നൊക്കെ ഇക്ക വിളിക്കുമ്പോ ഇച്ചിരി ഇതൊന്നും മുണ്ടാ നിക്ക അയ്യോ എനിക്കൊരു ചടപ്പാണ്. ഓരോരുത്തർക്ക് ഓരോ മൈൻഡ് കേട്ടോ. എനിക്ക് അങ്ങനെ ഇന്നക്കാന്നൊക്കെ വിളിക്കണം എനിക്ക്. കാരണം ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടായിട്ടും ഞങ്ങൾ സംഗതി ഭാര്യ ഭർത്താക്കാൻ പറയാം. പക്ഷെ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്. കാര്യം പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ ഓൾഡുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ആദ്യം അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഞങ്ങൾ നല്ലതാണ്. ഇപ്പോഴും അങ്ങനെയാണ്.
ഞാൻ ഫസ്റ്റ് ബാബുവിനോട് കല്യാണം കഴിയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ എനിക്ക് ഞാനൊരു ആളെ വിളിച്ചിരുത്തിങ്ങാണ്ട് ഒരു എന്താ പറയാ ഒരു ഇതുണ്ടായിരുന്നല്ലോ എന്താ പറയല് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം പേരക്കാട് പറഞ്ഞു എനിക്ക് ഓനെ നല്ലൊരു ബ്രദറായി കാണാൻ കഴിയുള്ളൂ. അപ്പൊ പിന്നെ ചിലപ്പോ എനിക്ക് പെട്ടെന്നൊരു മാപ്പിള എന്നുള്ള സ്ഥാനം കാണാൻ പറ്റുന്ന അറിയില്ല. സാധാരണ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ബഹുമാനം കൊടുക്കലും ബഹുമാനം കൊടുക്കാൻ നമുക്ക് ബഹുമാനം ചെയ്തിട്ടില്ല. അതായത് പറഞ്ഞ മനസ്സിലായാലും ഒരു തായ്മയും അറിയാത്ത ആൾക്കാരെ മുന്നിൽ പോയി കണ്ട് ഒരു പെണ്ണിന്റെ നമ്മള് പുതിയ അറിയാത്ത ഒരാളെ കല്യാണം കഴിച്ചു പോകുമ്പോ നമുക്ക് അയാളോട് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി ഉണ്ടാവും. പേടി എന്താണ് ആളല്ലേ. ഇബക്കിന്റെ അങ്ങനെയല്ല. അതാണ് സംഗതി. അത് എനിക്കൊരു പരാതിയില്ല. എന്റെ പേർക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയണ കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ബാബുനോട് പറഞ്ഞ ബാബു നമ്മള് കല്യാണം കഴിക്കാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ബാബു നമ്മൾ രണ്ടാളും കൂടി കല്യാണം കഴിക്കുക. ഞാൻ ഈ ഇഷ്ടമെന്ന് പറഞ്ഞു പറഞ്ഞില്ല രാത്രി വിളിച്ച് പിറ്റേന്ന് ഞാൻ വിളിച്ചിങ്ങാണ്ട് ഞാനും ബാബു കൂടി ഇരുന്നങ്ങാണ്ട് ഞാൻ പറഞ്ഞു ബാബു ഞാൻ കല്യാണം കഴിക്കൂലെന്ന് എനിക്ക് പറ്റൂലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനൊരു ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നീ എടാ പോടാ അങ്ങനത്തെ വാക്കുകളൊക്കെ ഞാൻ കുറേ വിളിച്ചിട്ടുണ്ട്. എത്തൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ ബാബു സംസാരത്തിലൂടെ കേട്ടോ. അങ്ങനെ അതൊന്നും എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ തരാനാവും നമുക്ക് സ്നേഹം ഇതും വേണ്ടത് ബഹുമാനം വേണ്ടത് കൊറേ കാക്ക പോക്കാന്ന് വെച്ചിട്ടല്ല മനസ്സിനുള്ളിലോ വേണം. അത് നമ്മള് ചിലപ്പോ മറ്റുള്ളവരും മറ്റുള്ളവരും മുന്നേ പോയി കണ്ടു സംസാരിക്കുമ്പോ ഒരു കാഷ്വലായിട്ട് സംസാരിക്കണത് അതൊരു വിഷയമില്ലല്ലോ. ഞാൻ ബാബുന്ന് വിളിക്കലുണ്ട് ഞങ്ങൾ രണ്ടാളുള്ള ടൈമില് എല്ലാവരും എന്റെ പേര് മൊത്തതാ. പിന്നെ അത് മാത്രമല്ല ഞാന് ആളോട് ഞാൻ ക്ലിയർ ആയി ആൾക്ക് ആ ഒരു വാശിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ചെറിയ എല്ലാവരും ബാബു. പിന്നെ എടാ പോടാന്നൊക്കെ വിളിക്കണ പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. എനിക്ക് അത് മാറ്റാൻ പറ്റണില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബാബുവിന് കുഴപ്പമില്ല. നമ്മൾ വലിച്ചിട്ടുണ്ടാ സംഗതി ഈണം കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ ബാബുവിനോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കലുണ്ട് ഇങ്ങളെ കമന്റ് കാണുമ്പോ ബാബു നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഞാൻ ഇങ്ങക്ക് പറഞ്ഞിട്ട് അപ്പൊ ചെയ്യാട്ടോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഞാൻ അങ്ങനെ വിളിക്കണോണ്ട് കുഴപ്പമുണ്ടോ ജത്തായി ചുമ്മാ അതൊന്നും മൈൻഡ് ചെയ്യണ്ട അങ്ങനെ അറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഇങ്ങനത്തെ ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ ചെറിയൊരു ആൻസർ ലവ് സ്റ്റോറി ആണോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണോ ആ ഒരു അങ്ങനത്തെ സംഭവം ചെറിയൊരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇതേമാതിരി എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ കമന്റ് ചോദിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ കമന്റിലും ഇപ്പൊ മറുപടി തരാൻ കഴിയില്ല. കയ്യിലെ മാതിരി നമ്മൾ തരാം അല്ലെ. ചിലപ്പോ അതിന്റെ അടിയിൽ തന്നെ കമന്റ് തരും അല്ല മറുപടി തരും അല്ലെങ്കിൽ ചോദിച്ച മാതിരി ബാബോ അതിന്റെ അടി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇമ്മാക്ക് ഇതാണ് ജോലി പറഞ്ഞിട്ടാ നമ്മള് ആ ഒരു ക്യൂവിനെ ഒക്കെ പറഞ്ഞു അതിന്റെ കമന്റ് ബോക്സ് എന്നാണ് ബാബുവിന് എന്താ ജോലി അതേമാതിരി. അപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അധികം ബാബു പറഞ്ഞ നീട്ടി കൊണ്ടുപോകണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ യൂട്യൂബിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ബാബു ഹൈപ്പ് എന്ന് പറയും. കമന്റ് ബോക്സ് നമ്മള് വീഡിയോ കമന്റ് ചെയ്തിട്ട് ഹൈപ്പ് നിൽക്കാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നൊക്കെ അറിയിക്കണ ആ ഒരു ലിങ്കാണ്. അപ്പൊ എന്തായാലും ഹൈപ്പ് ചെയ്യാ. അപ്പം ഹൈപ്പ് ചെയ്തവരൊക്കെ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക ഗൈസ്. അത് നമുക്ക് അറിയാൻ വേണ്ടി കണ്ടാണ് കേട്ടോ. അപ്പൊ എത്ര പേര് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാലോ. അപ്പൊ എന്തായാലും ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.